വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേരള സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പാവക്ക കിച്ചടിയാണ്. കൈപ്പക്ക കിച്ചടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് കൈപ്പക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അരപ്പിന് വേണ്ടി 1/4 കപ്പ് തേങ്ങ ചെരണ്ടി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 നുള്ള് കടുക്, ഒരു 3 പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ റെഡിയാണ്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി കൈപ്പക്കയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കണം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. ആ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിക്കാം. ഇനി 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കട്ട ഉടച്ചു കൊടുക്കുക. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നീ കട്ട ഉടയ്ക്കാൻ മിക്സിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ കയ്പ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഈ കേരള സദ്യയിലേക്കുള്ള ഒരു വിഭവം ആയത് പറഞ്ഞത് വെളിച്ചെണ്ണയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റണം. അപ്പം ഇത് ഞാൻ കോരി മാറ്റുന്നത് കുറച്ച് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, കാരണം അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ഉണ്ടാക്കുമായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ പാവയ്ക്കൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.